ഹായ് ഹലോ ഇറ്റ്സ് മെറീനോസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഒരു വണ്ടിയുടെ കാര്യമോ അല്ലെങ്കിൽ യാത്രകളോട് ബന്ധപ്പെട്ടിട്ടോ ഉള്ള കാര്യങ്ങളോ എല്ലാം നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നു. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുമാണ് പറയാൻ പോകുന്നത്. യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് എന്നെ അറിയുന്ന ആളുകളുണ്ട്. ഇപ്പം അവർ മനസ്സിൽ വിചാരിക്കുന്നത് റിനൂസിനെ അല്ലെങ്കിൽ റിനിക്ക് എന്തൊരു ചേഞ്ചാണ്, എന്തൊരു മാറ്റമാണ് വന്നതെന്ന് പലരും പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ പറയുമ്പോൾ ഞാനൊരു വലിയ സക്സസ്സിലെത്തിയിട്ടുള്ള ഒരാളൊന്നുമല്ല. ഞാൻ ഒരു സക്സസ്സിലേക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഒരു എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലേഡി എന്നുള്ള രീതിയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്നെ കൊണ്ടൊന്നും പറ്റില്ല, എനിക്ക് ഇനി ഒന്നും ചെയ്യാനില്ല, ഞാൻ ഇനി എന്താവാനാ, ഞാൻ പഠിച്ചിട്ടില്ല, അങ്ങനെയൊക്കെ ഒരുപാട് വിചാരിക്കുന്ന ആളുകളുണ്ട്. പെൺകുട്ടികൾ അല്ലെങ്കിൽ വീട്ടമ്മമാര്, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. എനിക്ക് കുറച്ച് കോൺഫിഡൻസ് തോന്നാനും അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നാനും ഒക്കെ ഇൻസ്പിറേഷൻ ഉണ്ടായ രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ആർക്കെങ്കിലുമൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് വളരെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നിയോണ്ടാണ് ഞാനിപ്പോൾ ഈ വോയിസിൽ വരുന്നത്. ഞാൻ ചുരിദാർ മാത്രം ഇടുന്ന ഒരാളാണ്. അപ്പോൾ ജീൻസ്, നമുക്ക് പാൻസ്, ഷർട്ട്, അല്ലാന്നുണ്ടെങ്കിൽ മിഡി, ഇതൊക്കെ ഇടാനായിട്ട് എനിക്ക് വളരെ ചമ്മല്, ഭയങ്കര എന്താ പറയുക, എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. 18 വയസ്സിൽ എൻ്റെ കല്യാണം കഴിഞ്ഞതാണ്. അപ്പോൾ 18 വയസ്സിൽ നമ്മൾ കോളേജിലൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ആ ഒരു ടൈമിൽ എനിക്ക് കോളേജിൽ പോകാൻ പറ്റിയിട്ടില്ല. +2 വരെ ഞാൻ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ലൈഫ് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ മിഡി ടോപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ ഡ്രസ്സുകൾ, അതായത് ചുരിദാറിനേക്കാളും ഞാനിപ്പോൾ ഇടുന്ന ഡ്രസ്സുകൾ നിങ്ങൾക്ക് അറിയാമല്ലോ, എത്ര വൾഗറായിട്ടൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. അപ്പോൾ അങ്ങനത്തെ പോലും എനിക്ക് ഇടാൻ പറ്റാതെ ഞാൻ എൻ്റെ ആഗ്രഹം കൊണ്ട് ഞാൻ മീഷോന്ന് ഒരു ഫുള്ളായിട്ടുള്ള ഒരു മിഡി ഞാൻ ഓർഡർ ചെയ്തു. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. ഇട്ടിട്ട് പുറത്ത് പോകാനായിട്ട് ഒരു പേടി, ഒരു എന്താ പറയുക, ചമ്മലാണോ എന്നറിയില്ല. സോഷ്യൽ മീഡിയാസിലൂടെ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു പിക്ചർ, അതായത് മഞ്ജു വാര്യറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അന്ന് മഞ്ജു വാര്യർക്ക് 42 ഇയേഴ്സ് ഓൾഡാണ്. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ താഴെയാണ് എൻ്റെ വയസ്സ് എടുക്കുന്നത്. മഞ്ജു വാര്യർക്ക് 42 വയസ്സിൽ ഹാഫ് മിഡി ഇടാമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ഫുൾ മിഡി ഇട്ടുകൂടാ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കുക. കൽപ്പിച്ച് അന്ന് നെക്സ്റ്റ് സൺഡേ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫുൾ മിഡി ഇട്ടിട്ട് ഞാൻ പോവാണ്. ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു ഇൻസ്പിറേഷനിൽ ഞാൻ ചെയ്തതാണ് കേട്ടോ. അതിൽ പിന്നെ എനിക്ക് കുറച്ച് ധൈര്യമൊക്കെ വന്നു. അങ്ങനെയാണ് ഞാൻ കുറച്ചുകൂടെ ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഇടാൻ തുടങ്ങിയത്. നമ്മുടെ സ്വാതന്ത്ര്യമാണ്. അതിൽ ആരെങ്കിലും കൈ കടത്തിട്ടുണ്ടെങ്കിൽ അതിനെ അനുവദിക്കരുത്. അതായത് അത് വിചാരിച്ച് വൾഗറായിട്ട് ഞാൻ പറയില്ല. എൻ്റെ ഡ്രസ്സുകൾ ഇടുന്നത് നിങ്ങൾക്കറിയാലോ. ഞാൻ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രസ്സ് എടുക്കാനായിട്ട് വേണ്ട, നമുക്ക് ലോണൊക്കെ അടയ്ക്കാനുള്ളതല്ലേ, അതുകൊണ്ട് ഇപ്പം വേണ്ട എന്നുള്ളത് ഞാൻ എൻ്റെ സാക്രിഫൈസ് ചെയ്ത് വേണ്ട, ഇപ്പം വേണ്ട. എപ്പോഴും ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചിട്ട് എൻ്റെ സന്തോഷത്തിനെ ഞാൻ മാറ്റി മാറ്റി വെച്ചിട്ട് ഒരു കാര്യമില്ല. ലോണ് തീരുമോ, കടങ്ങൾ തീരുമോ? ഒന്നും തീരില്ല. അപ്പം ഞാൻ എൻ്റെ അമ്മാമ്മ പണ്ട് പറഞ്ഞിട്ടുണ്ട്, കപ്പൽ മുങ്ങിയ കടം കാവ് ചോന്നാലൊന്നും തീരാൻ പോകുന്നില്ല. അപ്പം നിങ്ങൾ എന്താ വേണ്ടത്? നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് ഒരു 500 രൂപയുടെ ടോപ്പ് ഇടാൻ ആഗ്രഹം തോന്നുകയാണെങ്കിൽ ഡു ദാറ്റ്. അപ്പം നമ്മളെ മനസ്സ് സന്തോഷിക്കുകയാണ്, നമ്മുടെ ആഗ്രഹം നിറവേറുമ്പോൾ അപ്പം നമ്മുടെ ആയുസ് കൂടും. സീരിയസ്ലി നമ്മുടെ ആയുസ് കൂടും. നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം. ഡ്രസ്സ് ഇടുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടുക, ഓക്കെ. പിന്നെ നമ്മൾ യാത്ര പോകണം, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ വണ്ടികൾ ഓടിക്കണം. എന്താണ് നമ്മുടെ മനസ്സിൽ ശക്തമായിട്ടുള്ള ആഗ്രഹം നിൽക്കുന്നത്, അത് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിലെത്തും. പറ്റുന്നേ. നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തണം എന്ന് പറഞ്ഞത് ആ ഒരു പോയിന്റിലേക്ക് എത്താനായിട്ട് ഞാൻ എൻ്റെ സന്തോഷം, ഞാൻ എൻ്റെ വീഡിയോസ് എടുത്തിട്ടും അല്ലാന്നുണ്ടെങ്കിൽ യാത്ര പോയിട്ടൊക്കെ ഞാൻ എൻ്റെ മനസ്സിനെ ഞാൻ സന്തോഷിപ്പിക്കാറുണ്ട്. ഒരു ഇൻസ്പിറേഷനോടെ ഉണ്ട്, അതുകൂടി പറഞ്ഞോട്ടെ. കൂടുതലും വീട്ടമ്മമാരും, അതായത് ഹൗസ് വൈഫായിട്ടിരിക്കുന്നവർ, അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടികളുള്ളവർ, അവരുടെയൊക്കെ സന്തോഷങ്ങൾ മക്കൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹസ്ബൻഡിന് വേണ്ടിയിട്ടൊക്കെ അല്ലേ, അതായത് വേണ്ട, ഇപ്പോൾ വേണ്ട, ഇതാദ്യം നടക്കട്ടെ, എൻ്റെ സന്തോഷമായിട്ട് ഇരിക്കട്ടെ, അത് വിചാരിച്ചിട്ട് നല്ല ഭയങ്കര സെൽഫിഷായിട്ട് എൻ്റെ കാര്യം എന്ന് പറഞ്ഞ് നടക്കാനല്ല കേട്ടോ ഞാൻ പറയണേ. പറയുന്ന സെൻസിൽ മനസ്സിലാക്കണം കേട്ടോ. വീട്ടിലൊന്നും അടി ഉണ്ടാക്കരുത്. നമുക്ക് കാലുവേദനകൾ വരും, നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരും. കുറച്ച് പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബോഡി മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് എന്തായാലും വരും. നമ്മൾ സ്നേഹിക്കുക. അപ്പോൾ നമ്മൾ ഡയറ്റൊക്കെ എടുത്ത് നമ്മൾ നല്ല സെറ്റായിട്ടിരിക്കും, ആരോഗ്യത്തോടെ ഇരിക്കും, നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളിപ്പോൾ
ഇപ്പം നമുക്ക് ഡാൻസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ജസ്റ്റ് ഡു ദാറ്റ്. ലൈഫ് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, എനിക്കറിയാം ഒരുപാട് പേരുണ്ട്. അവരെ പോലെയൊക്കെ ആവണം എന്ന് നമുക്ക് ആഗ്രഹിക്കാം, അതുപോലെ ആവാനും പറ്റും. അതായത് നമ്മുടെ സന്തോഷം കണ്ടെത്തുമ്പോൾ നമ്മൾ ഒരു കാര്യം മാത്രം വിചാരിക്കുക, ഞാൻ കാരണം മറ്റുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ നമ്മൾ സന്തോഷിക്കാം. നമുക്കൊരു റിലേഷൻ ഉണ്ടായി, അത് നമ്മുടെ ഹസ്ബൻഡിനും മക്കൾക്കും ദോഷമാണ് അല്ലേ, ഡോണ്ട് ഡു ദാറ്റ്. അങ്ങനെയല്ല, ഞാൻ പറയാൻ വന്ന കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണോ നമ്മുടെ സന്തോഷങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നത്, അവരിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. അതായത് മക്കള് വലുതായി അവരുടെ ജോലിയിലെത്തും, അല്ലാന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് സന്തോഷങ്ങൾ കണ്ടെത്തി അവരുടെ മേഖലയിൽ ടോപ്പായിരിക്കും. പൊതുവെ കണ്ടുവരുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളാണ് അവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നത്. അതായത് വീട്ടമ്മമാർ പ്രത്യേകിച്ച് അമ്മമാർ മക്കൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ, എനിക്കിപ്പോൾ വേണ്ട, അവർക്ക് അവരുടെ കാര്യം നടക്കട്ടെ, അവർ വലുതായി അവരൊക്കെ ഒരു സെറ്റിലായി, നമുക്ക് കാലൊക്കെ വയ്യ, യാത്രയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പറയാണ്, എനിക്ക് അവിടെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് പാട്ട് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് ഡാൻസ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ ചെയ്തില്ല. അവർ ചോദിക്കുക എന്താണെന്നറിയോ, എന്തായിരുന്നു പണി, എന്തുകൊണ്ട് ചെയ്തില്ല, ഞങ്ങൾ പറഞ്ഞോ ചെയ്യണ്ടെന്ന്. ഹസ്ബൻഡ് ചോദിക്കും, നിനക്കങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ പറയായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആരെയും ഇപ്പോൾ ഉള്ള മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ചോദിക്കും, ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ എന്താ വേണ്ടത്, നിങ്ങളുടെ സന്തോഷം. നിങ്ങൾക്ക് ഡാൻസ് പഠിക്കണോ, നിങ്ങൾക്ക് പാട്ട് പഠിക്കണോ, പഠിക്കൂ. പിന്നെ നിങ്ങൾക്ക് യാത്ര ചെയ്യണോ, നിങ്ങൾക്ക് എവറസ്റ്റ് കയറണോ, ഇപ്പോഴേ പറ്റൂ. ചെറിയ ചെറിയ രീതിയിൽ സമ്പാദിക്കാൻ ശ്രമിക്കുക. പ്ലസ് എന്ത് ചെയ്യണം, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എഫേർട്ട് എടുക്കുക. അതന്നെ ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് ആർക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ. നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തണം, അല്ലാതെ ഹസ്ബൻഡ് കൊണ്ടുതരില്ല, മക്കൾ കൊണ്ടുതരില്ല, അപ്പം ആരും കൊണ്ടുതരാൻ പോകുന്നില്ല. നമ്മൾ നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടുമ്പോൾ നമ്മൾ ആ സന്തോഷത്തിലെത്തും. കുറച്ച് ടൈമൊക്കെ എടുക്കും, നമ്മൾ മെല്ലെ 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 അതിലെത്തും, ഉറപ്പാ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുവരെ തന്നിട്ടുള്ള സപ്പോർട്ടിനൊക്കെ ഒരുപാട് താങ്ക്സ്. ലവ് യു ഓൾ. വീഡിയോസിലും ഇനിയുള്ള ലൈഫിലും നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവണം. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മുടെ സന്തോഷം ആരുടെ കയ്യിലാണ്? നമ്മുടെ കയ്യിലാണ്. ബൈ, സ്റ്റേ ട്യൂൺഡ്.